ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടി നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഉലുവ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇതായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്താലും മതി. ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ടു. പിന്നെ പച്ചമുളക് ഇങ്ങനെ നാലായിട്ട് കീറിയത്, പിന്നെ നമ്മൾ കുഞ്ഞുള്ളി കുറച്ച്, കുഞ്ഞുള്ളി ഓപ്ഷനാണ് കേട്ടോ, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇടിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൊണ്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ വഴറ്റിയെടുത്തിട്ട് ഒരുപാട് കരിഞ്ഞു പോരുത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ മുളക് പൊടി ഇതൊക്കെ ആയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ചേർക്കാം. പുളി നമ്മൾ കുറച്ച് നേരത്തേക്ക് 2-3 മിനിറ്റത്തേക്ക് കുതിർത്തായിട്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ചപ്പോഴത്തേക്ക് നമ്മുടെ അയല കഷ്ണം നമ്മൾ കഴുകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അപ്പം നല്ലപോലെ തിളച്ച് നല്ല കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റായി കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചെണ്ടക്കപ്പ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെണ്ടക്കപ്പ മീൻകറിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.